ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹംഗർ ടേൽസ്. ഇന്നത്തെ റെസിപ്പി ഫിഷ് മോളിയാണ്. അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തേങ്ങാപ്പാൽ മീൻ കറിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. കീപ് വാച്ചിങ്. ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് ഒരു 8 പീസസ് ഫ്ലഷ് ഉള്ള ഫിഷ് എടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു 1/2 kg 8 പീസസ് ഉണ്ട്. ഇതിലേക്ക് ഒരു 1/2 ലെമൺ ജ്യൂസും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒരു 1/2 hour മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി 2 സാധനങ്ങൾ ചതച്ചെടുക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുക്കാം. നല്ല പൗഡർ ആക്കി ചതയ്ക്കേണ്ട, ജസ്റ്റ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ഒരു 5 വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചെടുത്ത് വയ്ക്കാം. ഇതിന് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാവും. അവർക്കായിട്ട് 2 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് തിക്ക് പാലിനായിട്ട് ഫസ്റ്റ് പാലെടുക്കാനായിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പാല് പിഴിഞ്ഞിട്ട് മാറ്റി വെക്കാം. ഇത് ആ സെയിം തേങ്ങയിൽ തന്നെ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ട് അടിച്ചെടുത്തിട്ട് 2ാം പാലും ഇതുപോലെ ചെയ്ത് മാറ്റി വയ്ക്കാം. ഫിഷ് മോളി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് 2 പീസ് ചെറിയ പട്ടയും പിന്നെ 2 ഗ്രാമ്പൂവും പിന്നെ തിന്നായി സ്ലൈസാക്കിയ 2 മീഡിയം സൈസ് സവാളയും കൂടി ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ ഇവിടെ ഒരു 10 എടുത്തിട്ടുണ്ട്. എരിവിന് നമ്മൾ കുരുമുളക് മാത്രം ചേർക്കുന്നുള്ളൂ. പിന്നെ പച്ചമുളകിൻ്റെ എരിവാണ്, അപ്പോൾ ഓരോരുത്തർക്ക് ആവശ്യത്തിനുള്ള എരിവിന് ഇട്ട് കൊടുക്കാം. പിന്നെ ചതച്ചെടുത്ത കുരുമുളകും കൂടി ആഡ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ കറി വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് യെല്ലോ ഫിഷ് മോളിയാണ് വേണ്ടെങ്കിൽ ഈ ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു ടീസ്പൂൺ മൈദയാണ്, ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. മൈദയും കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഇപ്പോൾ നന്നായിട്ടെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ 2ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോഴും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിലിടാനായിട്ട്. ഇനി കുറച്ച് വലുതാക്കി കട്ട് ചെയ്ത് വെച്ച് 2 മീഡിയം സൈസ് ടൊമാറ്റോയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ മീൻ ഓരോ പീസസ് ആക്കി അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഇത് 2 minutes ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ മീനിൽ നന്നായി പിടിക്കും. ഇനി മീനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 minutes കൂടി അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലാസ്റ്റ് നമുക്ക് 1ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. മീനൊക്കെ ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം ഇട്ട് തിളപ്പിക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് മോളി റെഡിയായി. ഇത് നമുക്കിനി ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇത് പത്തിരിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ആക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. ബൈ.